എത്ര പറഞ്ഞാലും നല്ല മനോഹരമായൊരു നാടായിരുന്നു. ഒന്നുമല്ല, എന്താ പറയാ, കൂട്ടുകാരില്ല, ഫ്രണ്ട്സുകളില്ല, എല്ലാരും പോയി. രാത്രി കടന്ന ആള് പിറ്റേന്ന് രാവിലെ നോക്കുമ്പോ മരത്തിന്റെ അടിയിലും മണ്ണിന്റെ അടിയില്, എന്താ പറയാ, അവരും ഒരുപാട് സ്വപ്നങ്ങളും ഇതൊക്കെ കണ്ട് ജീവിച്ച ആൾക്കാരല്ലേ ഇരിക്കും. സേഫാണ് വിചാരിച്ച് ഞങ്ങളെല്ലാരും അയൽവാസികളുണ്ടല്ലോ, ഫാമിലികൾ ഉണ്ടല്ലോ, അപ്പൊ ഞങ്ങളെല്ലാം വേണ്ട താത്തമാരൊക്കെ വിളിച്ചിരുന്നു അങ്ങോട്ട് പോവാന്. ഞങ്ങൾ പറഞ്ഞില്ല, കുഴപ്പമില്ല, അയൽവാസികളും എല്ലാവരും ഉണ്ടല്ലോ ഞങ്ങള് കൂടെ, കുഴപ്പമില്ല പറഞ്ഞ് നിന്ന്. അന്ന് തന്നെ തലേന്ന് തന്നെ മാറ്റുകയാണെങ്കിൽ പകുതി ജീവനും കുടുംബക്കാരെ രക്ഷിക്കാൻ പറ്റിയിരുന്നു. ഉരുളൊട്ടേന്റെ പിറ്റേ ദിവസം തൊട്ട് ഞാൻ വോളണ്ടിയർ ആയിട്ട് ഹൈസ്കൂളിൽ നിൽക്കുന്നുണ്ട്. അവിടുത്തെ അവസ്ഥകൾ പറഞ്ഞാൽ എന്താ പറയാ, സാധനങ്ങളൊക്കെ അവർക്ക് ഒരുപാട് കിട്ടുന്നുണ്ട്. അപ്പൊ സാധനങ്ങളെല്ലാം അവർക്ക് ആവശ്യം. അവർക്ക് ഒരു വീട് പെട്ടെന്ന് ആയി കൊടുക്കുക, അല്ലെങ്കിൽ റൂം വാടക അല്ലാണ്ട്, കാരണം വാടക ഒന്നും കൊടുത്താൽ അവർക്ക് താമസിക്കാൻ കഴിയില്ല. ജോലി പോയി, വീട്ടിലത്തെ ഗൃഹനാഥന്മാർ പോയി, ഓരോരുത്തർ പോയി. അപ്പൊ വാടക ഇല്ലാണ്ട് ഓരോ റൂമുകൾ അവർക്ക് കൊടുത്താൽ അതൊക്കെ സേഫ്. പിന്നെ നഷ്ടപ്പെട്ടവർക്ക് പഠിച്ചവന് സ്വർഗത്തിൽ നിന്ന് അത് അവര് പഠിച്ചോ നോക്കിക്കോളും. പക്ഷെ അവരുടെ ബാക്കിക്കാരുണ്ടല്ലോ, അവർക്ക് ഇനി ജീവിക്കണ്ടേ, ജോലി വേണ്ട.